ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഇന്ന് കുറെ കൂടെ ഒരു മെച്ചൂർഡ് ഓഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം എപ്പോൾ എന്ത് പ്രതികരിക്കണം എന്ന് നമുക്കറിയാം. എനിക്ക് ആർത്തുല്ലസിക്കണമെങ്കിൽ ഞാൻ ആർത്തുല്ലസിക്കും, ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കണം. ഞാൻ ആദ്യമൊക്കെ പിടിച്ചിരുന്നു, ആദ്യത്തെ പാട്ട് വന്ന്, രണ്ടാമത്തെ പാട്ട് വന്ന്, പക്ഷേ അപ്പടിപ്പോട് വന്നപ്പോഴത്തേക്കും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ഡാൻസ് ചെയ്ത. പക്ഷേ പിന്നെ അദ്ദേഹം മോശം സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പറയും മോശം സിനിമയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വയസ്സ് 39. ഗില്ലി എന്ന സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 19 വയസ്സ്, കറക്റ്റ് 20 വർഷത്തിന് ബാക്ക്. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയം. പക്ഷേ ഞാനന്ന് നാട്ടിലല്ല, അന്ന് ഭുവനേശ്വറിൽ ഒരു കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം അവിടെ നമുക്ക് സിനിമ കാണുന്നത് വെച്ചാൽ ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒഡിയ, ബംഗാളി, അതൊക്കെ അവിടെ കിട്ടത്തുള്ളൂ. അവിടെ പിന്നെ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നൊരു സംഭവമേ ഇല്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാത്രമേ ഒരു സൗത്ത് ഇന്ത്യൻ ഏതെങ്കിലും ഒരു സിനിമ വരത്തുള്ളൂ. അതും കൂടുതലും തെലുങ്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇത് വരത്തുള്ളൂ. അപ്പോൾ അന്നിങ്ങനെ മിസ്സായ കുറേ സിനിമകളുണ്ട് എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ. അതിലൊരു സിനിമയാണ് ഗില്ലി. അതിലേറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഗില്ലി. കാരണം നമ്മുടെ ഒരു കോളേജ് കാലഘട്ടത്തിൽ പിന്നീട് ഇതിൻ്റെ സിനിമയുടെ CD ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി, ഞങ്ങളവിടെ ഇട്ട് പരസ്പരം കൂട്ടുകാരോട് കണ്ട്, ഞങ്ങൾ വീട്ടുകാരോട് കണ്ട്, ഞങ്ങൾക്ക് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ട്രെൻഡിങ് ഒരു സംഭവമായിരുന്നു ഈ ഒരു ഗില്ലി എന്ന് വെച്ചാൽ. ഇല്ല പാട്ടുകളായിരുന്നല്ലോ, അപ്പടി പോടുന്നൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നാഷൻ വൈഡ് ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ്. കാരണം നമുക്ക് മോട്ടോറോളയുടെയൊക്കെ ഒരു പരസ്യത്തിൽ വരെ ഈ പാട്ട് കയറിപ്പോയൊരു സംഭവം ഉണ്ട്. അത്രയും നാഷൻ വൈഡ് കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്രയും ഉപയോഗം. കാരണം അത് കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് ഒരു 2010 ഈ ഒരു നാഷൻ വൈഡ് ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ ഒരു ഇതിൽ പോലെ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് ഇപ്പം ഞാൻ ഈ ഒരു സിനിമ ഇങ്ങനെ റിലീസാകുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുമെന്ന് ഞാൻ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു 39-കാരനിൽ നിന്ന് ഒരു 19-കാരനിലേക്ക് വീണ്ടും ഒന്ന് മനസ്സൊന്ന് ഒരു യൗവന കാലഘട്ടത്തിലേക്ക് ഞാൻ മനസ്സൊന്ന് ചുരുക്കി കൊണ്ടുപോയി. ഞാനിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആർത്തുല്ലസിക്കണമെങ്കിൽ ഞാൻ ആർത്തുല്ലസിക്കും, ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കണം. ഞാൻ ആദ്യമൊക്കെ പിടിച്ചിരുന്നു, ആദ്യത്തെ പാട്ട് വന്ന്, രണ്ടാമത്തെ പാട്ട് വന്ന്, പക്ഷേ അപ്പടിപ്പോട് വന്നപ്പോഴത്തേക്കും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ഡാൻസ് ചെയ്ത. പക്ഷേ അന്ന് നമ്മൾ അന്യോന്യം കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പ്രേക്ഷകരെ ആ ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഇന്ന് കുറെ കൂടെ ഒരു മെച്ചൂർഡ് ഓഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം എപ്പോൾ എന്ത് പ്രതികരിക്കണം എന്ന് നമുക്കറിയാം. ആ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിന് അത്രത്തോളം പിടിച്ച്. കാരണം എൻ്റെ യൗവന കാലഘട്ടം, കാരണം വെച്ചാൽ വിജയുടെ ഒരു സിനിമ, കാരണം ഈ ഒരു 10 എൻ്റെ +2 ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ വിജയുടെ സിനിമകളും പാട്ടുകളും എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്നൊരു സംഭവമാണ്. ഇവിടെ ശ്രീപത്മനാഭ തിയേറ്ററിൽ ആണ് തമിഴൻ എന്നൊരു സിനിമ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ അല്ല, തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ്. അന്ന് +2 പഠിക്കുന്ന സമയം, വീട്ടുകാരറിയാതെ ഒന്നും അറിയാതെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്ന് പോയി. അപ്പോൾ അത്രത്തോളം നമുക്ക് ഒരു ഇഷ്ടമുണ്ട് ഈ ഒരു നടനോട് ഇഷ്ടമുണ്ട്. പിന്നെ അദ്ദേഹം മോശം സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പറയും മോശം സിനിമയാണെന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഇതേപോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ കുറച്ച് നടന്മാർ വെച്ചാൽ ഇവരുടെ ഓൺ സ്ക്രീൻ കരിസ്മയാണ്. കാരണം നമ്മൾ ആ ഒരു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹമായിരുന്നാലും ശരി, അല്ലു അർജുൻ ആയിരുന്നാലും ശരി, സൽമാൻ ഖാൻ ആയിരുന്നാലും ശരി, ഷാറുഖ് ഖാൻ ആയിരുന്നാലും ശരി, ഇനിയും കുറച്ച് പേരുണ്ട് ഈ ഒരു ലീഗിലേക്ക്. അവരൊക്കെ വന്ന് അവരുടെ ഓൺ സ്ക്രീൻ കരിസ്മ കാണാനാണ് പോകുന്നത്. ഇതൊരു 20 വർഷം പഴയൊരു സിനിമയാണെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു തിയേറ്ററിനകത്ത് കാണുമ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി കുറച്ച് ഗ്രാഫിക്സിൻ്റെയും കുറച്ച് നമുക്ക് 20 വർഷത്തിന് മുമ്പെന്ന് പറയാം. പക്ഷേ നമ്മുടെ ആ ഒരു ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു BGM ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത്രത്തോളം ചേർന്ന് വരിക്കുന്ന ഒരു സംഭവം. ഇതിൻ്റെ BGM, ഇതിൻ്റെ പാട്ടുകൾ, തിയേറ്ററിനകത്ത് ആൾക്കാരെല്ലാം ഇതിൻ്റെ ഓരോ വരികളും കൂടെ പാടുകയായിരുന്നു. കാരണം അത്രത്തോളം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയുക, നമ്മൾ ഒരു കുട്ടിക്കാലമല്ല, നമ്മുടെ ഒരു യൗവന കാലഘട്ടത്തിൽ എന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് പോയി ഒന്ന് തിരിച്ചു വന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.